ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു കത്തിരിക്ക പുളിങ്കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മോൾക്കത് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ആവശ്യമായ സാധനങ്ങൾ: കത്തിരിക്ക 4 അരിഞ്ഞ് വെച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. ആ സമയത്ത് ഉള്ളിയും വെളുത്തുള്ളിയും സവാള, ചെറുള്ളി, ഉള്ളിയിൽ നിന്ന് സവാള ചെറുള്ളി നല്ല ഉദ്ദേശിച്ചത് ചേർത്ത് അരിഞ്ഞ് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി, സവാള, വെളുത്തുള്ളി, കറിവേപ്പില നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി, കായം ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന മുളകിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പ് വേകാൻ ഇരിക്കുക. അങ്ങനെ തന്നെ വേറൊരു ചട്ടിയിൽ നമ്മൾ മുളക് പൊടിയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന കത്തിരിക്ക കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഇത് നന്നായിട്ട് ഈ വെള്ളം ഒഴിച്ച് നമ്മൾ കറി അടുപ്പ് വെച്ചിരിക്കുന്ന കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് ഇത് തിളച്ചതിന് ശേഷം പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ച് ചേർക്കുക. പുളി നമുക്ക് ഇച്ചിരി അധികമായിട്ട് തോന്നുന്നുണ്ട്, ഇച്ചിരി ശർക്കരയും ഇട്ട് വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിരിക്കണം കേട്ടോ. കുറച്ച് കൂടുതലുള്ളതാണ് പുളിങ്കറി ആയതുകൊണ്ട് ഇച്ചിരി ഉപ്പ് വേണം, അല്ലെങ്കിൽ പുളിയെല്ലാം ചേർത്തിടുമ്പോൾ ഉപ്പ് തീരെയില്ല. പിന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പൊക്കെ ഒന്ന് കൂടണ്ട കേട്ടോ, ആവശ്യത്തിന് ചേർക്കുക. ഇത് കത്തിരിക്ക വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അധികം അങ്ങ് വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പിന്നെ ഇതിനകത്ത് വേവിക്കുന്നുണ്ടല്ലോ. വെച്ചതിന് ശേഷം കുറച്ച് ഉലുവ ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ചേർക്കുക. ഉലുവ ചേർത്തിട്ട് നന്നായിട്ട് വേവാൻ ഒഴിക്കുക. എന്നിട്ട് വേണ്ട വെള്ളമൊക്കെ വറ്റി ചാറ് വറ്റി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചാറ് വറ്റി വരുമ്പോൾ ഇറക്കി വയ്ക്കുക. ഈ കറി ചോറിൻ്റെ കൂടെയോ പുളിങ്കറി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തിന് ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കാം. ഇതൊരു തമിഴ്നാട്ടിൽ വന്ന് ഞാൻ പഠിച്ച റെസിപ്പിയാണ്. കൊച്ചിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു റെസിപ്പിയുമാണ്. 2 ദിവസമായിട്ട് പറയുന്നു കത്തിരിക്ക മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കത്തിരിക്ക വെക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഇതിന് വേണ്ടിയത് പിഞ്ച് കത്തിരിക്കയാണ് കേട്ടോ, മൂത്തൊന്നും കൊള്ളത്തില്ല, ടേസ്റ്റ് വ്യത്യാസമാണ്. പിഞ്ച് കത്തിരിക്കയാണ്, പെട്ടെന്ന് വേവും. അതിന് വറുത്തൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു.